അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടലും നമ്മുടെ പിരിയലും നമ്മുടെ ദുആയും നമ്മുടെ ദിക്റും സ്വലാത്തും നിസ്കാരവും നോമ്പും എല്ലാം അല്ലാഹു തആല പോരായ്മകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് വെള്ളിയാഴ്ച ദിനമായിരുന്നു. ഇന്ന് പകലിൽ ഒരുപാട് പേര് മരണപ്പെട്ട മാതാപിതാക്കളെ സിയാറത്ത് ചെയ്യാൻ പോയിട്ടുണ്ട്. ഒരുപാട് ഉമ്മമാർ വീട്ടിലിരുന്ന് തന്നെ യാസീൻ ഓതിയിട്ടുണ്ട്. വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി. ഭർത്താവ് മരണപ്പെട്ടു, ഭർത്താവിന് വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തു. ഒരുപാട് ദിക്റുകൾ ചൊല്ലി, സ്വലാത്തുകൾ പറഞ്ഞു. എല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. കാരണം കഴിഞ്ഞുപോയത് ജമാദുൽ ഊല മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ദിനമായിരുന്നു. ഇന്ന് ജമാദുൽ ഊല മാസത്തിന്റെ 27ാമത്തെ രാവാണ്. നാളെ 27ാമത്തെ പകലാണ്. ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരുന്നത് ജമാദുൽ ഉഖ്റ, അതായത് ജമാദുൽ ആഖിർ മാസമാണ്. രണ്ട് രൂപത്തിലും പറയും, ഏത് പറഞ്ഞാലും ശരിയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ പുണ്യമായ മാസം നമുക്ക് വരുന്നതിന് മുമ്പ് ഈ മാസത്തെ നമുക്ക് നല്ല രൂപത്തിൽ യാത്രയാക്കണം. അതിനെന്താണ്? ഇത്തരത്തിലുള്ള ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളൊക്കെ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രത്യേകം ദുആരക്കണം. അല്ലാഹു തആല നമ്മുടെ സ്വഭാവങ്ങളെ നന്നാക്കി തരുമാറാവട്ടെ. ഒരുപാട് ഉമ്മമാരും വാപ്പമാരും ഒക്കെ പറയാറുണ്ട്, ഉസ്താദേ മക്കളുടെ സ്വഭാവം ഒന്ന് നന്നാക്കിയിട്ടാൻ. അവർ ദേഷ്യമാണ്, എപ്പോഴും ദേഷ്യമാണ്, എപ്പോഴും മൊബൈൽ ഉപയോഗമാണ്, എപ്പോഴും ദേഷ്യമാണ്, പിന്നെ എപ്പോഴും കൂട്ടുകെട്ടാണ്, വീട്ടിലേക്ക് പാതിരാത്രിയൊക്കെയാണ് വരുന്നത്, അങ്ങനെ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല എന്നൊക്കെ ഒരുപാട് വിഷമം പറയുന്നവരുണ്ട്. അല്ലാഹുവേ പഠിച്ചവനെ, ആരൊക്കെ ഞങ്ങളോട് വിഷമങ്ങൾ സങ്കടങ്ങൾ പറയുന്നു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെയൊക്കെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാഹ്. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മക്കൾക്ക് വേണ്ടിയും നമ്മുടെ മാതാപിതാക്കൾ എല്ലാവർക്കും വേണ്ടിയൊക്കെയുള്ള പ്രത്യേകമായ ദുആയൊക്കെ നമ്മുടെ ഇന്നത്തെ മജ്‌ലിസിൽ നമ്മൾ പറയുന്നു. പ്രത്യേകം എല്ലാവരും മനസ്സിൽ കരുതി നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു മനുഷ്യൻ ഇനി പറയുന്ന ഈ ഒരു ദിക്ർ സുബഹി നമസ്കാരം കഴിഞ്ഞും മഗ്രിബ് നമസ്കാരം കഴിഞ്ഞും, സുബഹിയുടെയും മഗ്രിബിന്റെയും നമസ്കാരങ്ങൾക്ക് ശേഷം അവൻ പറയൽ നിത്യമാക്കി, ഒരൊറ്റപ്പെട്ടം പറഞ്ഞാൽ മതി, നിത്യമാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അന്നം മുടക്കൂലെന്നാൻ, റിസ്ക് മുടക്കൂല. അവനക്ക് എപ്പോഴും അല്ലാഹു തആല എല്ലാവിധ ബറക്കത്തും കൊടുക്കുമെന്നാൻ. അതുപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങൾ, ദുന്യവിയായ ഉഖ്റവിയായ ഒരുപാട് നേട്ടങ്ങൾ കിട്ടും. നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ മാറാനും ഒക്കെ ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്ർ നമുക്ക് മതിയാകുന്നതാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിസ്കൻ ത്വയ്യിബാ വഇൽമൻ നാഫിആ വഅമലൻ മുതഖബ്ബലാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിസ്കൻ ത്വയ്യിബാ വഇൽമൻ നാഫിആ വഅമലൻ മുതഖബ്ബലാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിസ്കൻ ത്വയ്യിബാ വഇൽമൻ നാഫിആ വഅമലൻ മുതഖബ്ബലാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിസ്കൻ ത്വയ്യിബാ വഇൽമൻ നാഫിആ വഅമലൻ മുതഖബ്ബലാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിസ്കൻ ത്വയ്യിബാ വഇൽമൻ നാഫിആ വഅമലൻ മുതഖബ്ബലാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിസ്കൻ ത്വയ്യിബാ വഇൽമൻ നാഫിആ വഅമലൻ മുതഖബ്ബലാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിസ്കൻ ത്വയ്യിബാ വഇൽമൻ നാഫിആ വഅമലൻ മുതഖബ്ബലാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിസ്കൻ ത്വയ്യിബാ വഇൽമൻ നാഫിആ വഅമലൻ മുതഖബ്ബലാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിസ്കൻ ത്വയ്യിബാ വഇൽമൻ നാഫിആ വഅമലൻ മുതഖബ്ബലാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിസ്കൻ ത്വയ്യിബാ വഇൽമൻ നാഫിആ വഅമലൻ മുതഖബ്ബലാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിസ്കൻ ത്വയ്യിബാ വഇൽമൻ നാഫിആ വഅമലൻ മുതഖബ്ബലാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിസ്കൻ ത്വയ്യിബാ വഇൽമൻ നാഫിആ വഅമലൻ മുതഖബ്ബലാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിസ്കൻ ത്വയ്യിബാ വഇൽമൻ നാഫിആ വഅമലൻ മുതഖബ്ബലാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിസ്കൻ ത്വയ്യിബാ വഇൽമൻ നാഫിആ വഅമലൻ മുതഖബ്ബലാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിസ്കൻ ത്വയ്യിബാ വഇൽമൻ നാഫിആ വഅമലൻ മുതഖബ്ബലാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിസ്കൻ ത്വയ്യിബാ വഇൽമൻ നാഫിആ വഅമലൻ മുതഖബ്ബലാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിസ്കൻ ത്വയ്യിബാ വഇൽമൻ നാഫിആ വഅമലൻ മുതഖബ്ബലാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിസ്കൻ ത്വയ്യിബാ വഇൽമൻ നാഫിആ വഅമലൻ മുതഖബ്ബലാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിസ്കൻ ത്വയ്യിബാ വഇൽമൻ നാഫിആ വഅമലൻ മുതഖബ്ബലാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിസ്കൻ ത്വയ്യിബാ വഇൽമൻ നാഫിആ വഅമലൻ മുതഖബ്ബലാ.
മുതഖബ്ബലാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിസ്ഖൻ ത്വയ്യിബാ വഇൽമൻ നാഫിആ വഅമലൻ മുതഖബ്ബലാ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഉസ്താദെ പ്രത്യേകം ദുആ രക്കണേ, ഞങ്ങളുടെ പ്രയാസങ്ങളാണ്, പ്രശ്നങ്ങളാണ്, രോഗങ്ങളാണ്, ക്യാൻസർ രോഗം, അതുപോലെ തന്നെ മറ്റ് അസ്വസ്ഥതകൾ, മറ്റ് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കടങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ദുആ വസിയത്ത് പറയാറുണ്ട്. അല്ലാഹുവേ ആ പാവപ്പെട്ട എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ മാറി മാനസികമായ ടെൻഷനുകളൊക്കെ മാറി എല്ലാവിധ ഖൈറും ബറക്കത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ മുത്ത് റസൂല് രാവിലെയും വൈകിട്ടൊക്കെ ഒരുപാട് കണ്ട് അധികരിപ്പിക്കാൻ പറഞ്ഞ ഒരു പുണ്യമായ ദിക്റാണ്, പുണ്യമായ ഒരു ദുആയാണ് നമ്മൾ പറയുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി ലാ ഇലാഹ ഇല്ലാ അൻത. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മുടെ കച്ചവടത്തിൻ്റെ കാര്യമാവട്ടെ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇബാദത്തുകളാവട്ടെ, ഏത് കാര്യം ചെയ്യുമ്പോഴും അതിലൊക്കെ വലിയ ബർക്കത്തും സലാമത്തും അള്ളാഹുവിൻ്റെ എല്ലാവിധ സഹായവും ഒക്കെ ഉണ്ടാവാൻ നമ്മൾ അധികരിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട വിശുദ്ധമായ ഖുർആനിലെ ഒരു ദുആയുണ്ട്. ആ ദുആ നമുക്കൊന്ന് ആദ്യം പറഞ്ഞാലോ? അല്ലാഹു തആല ഈ ദുആഇൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാവിധ നന്മയും തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا
ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا നമ്മുടെ ഈമാൻ പുതുക്കി കിട്ടാനും സ്വർഗത്തിന്റെ താക്കോൽ എന്ന മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി തന്ന അഫ്ളലു ദിക്ർ, അത് പറയാതെ ദിക്റിന്റെ ഒരു മജ്ലിസും നമ്മൾ പിരിയാൻ പാടില്ല. ചൊല്ലിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ
ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രണ്ട് ഇസ്മുകൾ അല്ലേ? അള്ളാഹു എപ്പോഴും അടിമകൾ പറയണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് ഇസ്മുകളുണ്ട്. ഒന്ന് റഹ്മാൻ, റഹീം. രണ്ടും പറഞ്ഞാൽ നിരവധി നേട്ടമാണ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞോ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, 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 യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീം يا الله يا رحمن يا الله يا رحيم 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 يا الله. പരിശുദ്ധമായ റൗള ഷരീഫിൽ ചെന്ന് മുത്തുനബിയുടെ മുന്നിൽ ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാനുള്ള തൗഫീക്ക് കിട്ടാനും ആ മുത്തറസൂലിനെ സ്വപ്നത്തിൽ കാണാനും അതുപോലെ നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ മാറി രോഗങ്ങൾ മാറി എല്ലാവിധ ഖൈറും ബറക്കത്തും ജീവിതത്തിൽ ഉണ്ടാവാനും സ്വലാത്ത് അധികമായി പറയണമെന്നാണ്. അല്ലാഹു തആല
നമുക്ക് സ്വലാത്ത് ഒരുപാട് കണ്ട് ചൊല്ലാനുള്ള തൗഫീഖ് തരുമാറാവട്ടെ. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ 6 ലക്ഷത്തോളം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ അത്ഭുതപ്പെടുത്തുന്ന അദദു സ്വലാത്ത് നമുക്കൊന്ന് ചൊല്ലിയാലോ? ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ ഒരുപാട് നേട്ടങ്ങൾ, മഹത്വങ്ങൾ നമുക്കുണ്ടാകും അല്ലേ? മഴയില്ലാത്ത നാടാണെങ്കിൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. മക്കളില്ലാതെ വിഷമിക്കുന്നവരെ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോ. ഇസ്തിഗ്ഫാർ കോടാനുകോടി തെറ്റുകൾ ചെയ്തു പോയാലും കടലിന്റെ നുരയോളം പാപങ്ങളുണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരും. ഇസ്തിഗ്ഫാർ ഇൻഷാ അല്ലാഹ്. ആ ഇസ്തിഗ്ഫാർ നമുക്കൊന്ന് പറയാം. പറഞ്ഞോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം,
അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. സ്വലാത്തുൽ ഫാത്തിമിയ്യ് നമുക്കറിയാമല്ലോ, അതിൻ്റെ ശ്രേഷ്ഠതയൊക്കെ നമുക്കറിയാം. അത് നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ്. അത് ഒഴിവാക്കാൻ ഒരിക്കലും നമുക്ക് പറ്റൂല. കാരണം ചെറിയൊരു സ്വലാത്താണെങ്കിലും കാന്താരിയെ പോലെയാ, ചെറിയതാണെങ്കിലും എരിവ് കൂടുതലാ, ചെറിയ സ്വലാത്താണെങ്കിലും പുണ്യം കൂടുതലാ. അതുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലിഹി 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 അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലിഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദിക്റിൻ്റെ ഈ സ്വലാത്തിൻ്റെ മജ്ലിസിനെ പരിപൂർണമായി സ്വീകരിക്കട്ടെ. നമ്മൾ പറഞ്ഞ സ്വലാത്തുകളുണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇസ്മുകളുണ്ട്, അതുപോലെ ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഒരുപാട് മഹത്വങ്ങളുള്ള അദ്കാറുകൾ, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപാട് പേര് നമ്മളോട് ദുആ രക്കാൻ പറഞ്ഞു. ഉസ്താദേ, ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ഞങ്ങൾ ഓർക്കണേ എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നു. അല്ലാഹു തആല നമ്മുടെ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ തസ്ബീഹിൻ്റെ ഈ മജ്ലിസ് ഖബൂൽ ചെയ്യട്ടെ, ദുആഇനെ പരിപൂർണമായി സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين
അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أرحم الراحمين يا രാജാതിരാജനായ റഹ്മാനെ കരുണയുള്ള അല്ലാഹ് ഞങ്ങളെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ് ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരുള്ള ഉപ്പമാരുള്ള സദസ്സാണ് ഒരുപാട് മുഅ്മിനീങ്ങൾ ആമീൻ പറയുന്ന മജ്ലിസാണ് നീ സ്വീകരിക്കണേ അല്ലാഹ് നീ തട്ടിക്കളയല്ലേ റഹ്മാനേ അല്ലാഹുവേ പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ് ഒരുപാട് ദോഷത്തരങ്ങൾ ചെയ്തവരാണ് ഒരുപാട് കുറ്റങ്ങൾ പറ്റിയവരാണ് എല്ലാം നിന്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് മർഹമത്ത് കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ് പടച്ചവനെ ഹറാമിൽ നിന്നും മാറി നിൽക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാഹ് ഞങ്ങളുടെ കണ്ണുകളെ നീ സൂക്ഷിക്കണേ അല്ലാഹ് അല്ലാഹു ഞങ്ങളുടെ ശരീരഭാഗങ്ങൾ ഹറാമിൽ നിന്ന് സൂക്ഷിക്കാനുള്ള തൗഫീക്ക് തരണേ റഹ്മാനെ പടച്ചവനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ഞങ്ങളുടെ ഉസ്താദുമാരുണ്ട് ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളുണ്ട് ഞങ്ങളുടെ ഭർത്താക്കന്മാരുണ്ട് സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് ബന്ധുമിത്രാദികൾ കൂട്ടുകാര് നാട്ടുകാര് ലോക മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ് മർഹമത്ത് കൊടുക്കണേ അല്ലാഹ് അവരുടെയും നാളെ മരിച്ച് ഞങ്ങൾ ചെല്ലുന്ന ഖബർ ആ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാഹ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയും ഞങ്ങളുടെയും ആഖിറം നീ വെളിച്ചമാക്കണേ അല്ലാഹ് അല്ലാഹുവേ പടച്ചവനെ ഇരിക്കുന്ന മുഅ്മിനീങ്ങൾ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ് ഒരുപാട് കാലങ്ങളായി ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് ഒരുപാട് വേദനകളുള്ളവരാണ് ഒരുപാട് വിഷമങ്ങളുള്ളവരാണ് ഒരുപാട് സങ്കടങ്ങളുള്ളവരാണ് ഒരുപാട് ദുഃഖങ്ങളാണ് പലരുടെയും മനസ്സിലുള്ളത് അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള നിന്റെ ഇസ്മുകളുടെ ബറക്കത്ത് കൊണ്ട് സ്വലാത്തിന്റെ ഹക്ക് കൊണ്ട് ദിക്റുകളുടെ മഹത്വം കൊണ്ട് എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ് രോഗങ്ങളെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ് മാരകമായ ക്യാൻസർ രോഗം തരല്ലേ അല്ലാഹ് കിഡ്നിക്ക് പ്രോബ്ലം തരല്ലേ അല്ലാഹ് പെടുന്നണയുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാഹ് അല്ലാഹുവേ സ്ട്രോക്ക് വന്ന് മരിക്കുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാഹ് ഞങ്ങൾ മരിച്ച് ഞങ്ങളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസ്ഥ നീ വരുത്തല്ലേ അല്ലാഹ് പടച്ചവനെ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയിലാണ് ഞങ്ങൾ ദ്വാരക്കുന്നത് ഞങ്ങളുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നത് ഇതിൻ്റെ എല്ലാം പ്രതിഫലം ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ് ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യ സന്താനങ്ങൾ ഞങ്ങളുടെ ഭർത്താക്കന്മാർ എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ് പടച്ചവനെ ഒരുപാട് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കടങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ് കച്ചവടത്തിൽ ബറക്കത്ത് കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞ
പറഞ്ഞവരുണ്ട്. കച്ചവടം നീ ലാഭത്തിലാക്കണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കണ്ണേറ് വെക്കുന്നവരുണ്ട്, സിഹർ വെക്കുന്നവരുണ്ട്. എല്ലാ വിധത്തിലുള്ള ഷർറ്, ബല, മുസീബത്ത്, ആപത്ത് എല്ലാത്തിനെ തൊട്ടും നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാ, പറഞ്ഞാൽ അനുസരിക്കുന്നവരാക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ അല്ലാ. അവരുടെ പരീക്ഷകളൊക്കെ നടക്കുകയാണ്, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ, നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൊടുക്കണേ അല്ലാ. ഉന്നത മാർക്കോടുകൂടി പാസ്സാവാൻ ഞങ്ങളുടെ മക്കൾക്ക് നീ തൗഫീക്ക് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ വീട് നീ കൊടുക്കണേ അല്ലാ. വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ഇണകളെ നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് പേര് മക്കളെ കൊണ്ട് വിഷമത്തിലാണ്, ആ മക്കളെ നീ നന്നാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് വട്ടം ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. മക്കത്ത് എത്തിക്കണേ അല്ലാ, മദീനത്ത് എത്തിക്കണേ അല്ലാ. ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനും ആ ചെയ്യുന്ന ഇബാദത്ത് നീ കബൂലാക്കുന്ന ആ നല്ല ആളുകളെ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ ഈ മജ്ലിസ് നീ നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റിത്തരണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നീ സ്വസ്ഥത തരണേ അല്ലാ, സമാധാനം തരണേ അല്ലാ. ആരൊക്കെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധിയിലാണോ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, അഭിമാനം കൊടുക്കണേ അല്ലാ. എത്രയോ സ്ഥലങ്ങളിലാണ്, ഫലസ്തീനിലെ, സിറിയയിലെ, ലെബനോനിലെ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ പ്രയാസത്തിലാണ്, പ്രതിസന്ധിയിലാണ്. അല്ലാഹുവേ പടച്ചവനെ, അവർക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നവർ, താഴെ ഒരുപാട് കമന്റ് എഴുതുന്നവർ, ദുആവസിയത്ത് പറയുന്നവർ എല്ലാവരെയും നീ പരിപൂർണമായി കബൂലാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. ഈ മജ്ലിസ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, അവരൊക്കെ കാണട്ടെ, അവരൊക്കെ പങ്കെടുക്കട്ടെ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.